നമ്മുടെ പ്രേക്ഷകരെ, ഇപ്പോൾ അമേരിക്കയിലെ മുൻ പ്രസിഡന്റും നൊബേൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. 100 വയസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു അമേരിക്കൻ പ്രസിഡന്റുമാരിൽ 100 വയസ്സ് തികയ്ക്കുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് ഈ ജിമ്മി കാർട്ടർ. 1977 മുതൽ 81 വരെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 1978 ഇന്ദിരാഗാന്ധി ഈ ജിമ്മി കാർട്ടറുമായിട്ട് നല്ല അടുത്ത സൗഹൃദമായിരുന്നു. ആ സമയത്താണ് ഇന്ത്യ സന്ദർശിക്കുന്നതും. അർബുദത്തെ അത്ഭുതകരമായി അതിജീവിച്ച ജിമ്മി കാർട്ടർ US തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനെത്തിയിരുന്നു. അമേരിക്കയിലെ 39ാം പ്രസിഡന്റായിരുന്നു ജിമ്മി കാർട്ടർ. ശ്യാമ സദാനന്ദൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാമ, ഗുഡ് മോർണിംഗ് ശ്യാമ. ജിമ്മി കാർട്ടർ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ജിമ്മി കാർട്ടറെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അർബുദ രോഗത്തെ അത്ഭുതകരമായി കീഴടക്കിയ അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. 100 വയസ്സുവരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് വിടവാങ്ങിയിരിക്കുന്നു. എപ്പോഴായിരുന്നു ജിമ്മി കാർട്ടറുടെ അന്ത്യം? അരുൺ, മനുഷ്യാവകാശത്തിൻ്റെയും ആഗോള സമാധാനത്തിൻ്റെയും ഒക്കെ ചാമ്പ്യൻ എന്നറിയപ്പെടുന്ന വ്യത്യസ്തമായൊരു വ്യക്തി ജിമ്മി കാർട്ടറാണ് തൻ്റെ 100ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. 19 മാസമായി ജോർജിയയിലെ ഒരു ചെറിയൊരു വീട്ടിൽ അദ്ദേഹം സ്നേഹപരിചരണത്തിൽ, വീട് ആശുപത്രിയാക്കിയുള്ള സ്നേഹപരിചരണത്തിൽ കഴിയുകയായിരുന്നു ജിമ്മി കാർട്ടർ. കഴിഞ്ഞ US ഇലക്ഷനിലെല്ലാം അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ അർബുദത്തെ തോൽപ്പിച്ച് വളരെ കാലം ജീവിച്ച വ്യക്തി. അദ്ദേഹമാണ് 100ാം വയസ്സിൽ ഇപ്പോൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടും മനുഷ്യാവകാശവും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വളരെയധികം ശ്ലാഘനീയമായിരുന്നു. 2002 ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും ക്രൈസിസ് മാനേജ്മെന്റ്, തെരഞ്ഞെടുപ്പ് നിരീക്ഷണം, രോഗനിർമ്മാർജ്ജനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഇതാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തിൽ വളരെ വ്യത്യസ്തനായ ഒരു പ്രസിഡന്റ് ആയിരുന്നു ജിമ്മി കാർട്ടർ എന്ന് തന്നെ പറയണം. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന വളരെ പ്രശസ്തമായിരുന്നു. അതായത്, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറയാൻ ആർജവം കാണിച്ചൊരു വ്യക്തി കൂടിയാണ് ജിമ്മി കാർട്ടർ. ഡെമോക്രാറ്റ് പാർട്ടി അംഗമാണ്. 1977 മുതൽ 81 വരെ US-ന്റെ പ്രസിഡന്റായിരുന്നു. 76-ൽ US തെരഞ്ഞെടുപ്പിൽ ജെറാർഡ് ഫോർഡിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം വൈറ്റ് ഹൗസിലെത്തിയത്. വൈറ്റ് ഹൗസിലെത്തിയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ വംശീയ വിവേചനം അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞത്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ചിത്രം ക്യാപിറ്റോൾ മന്ദിരത്തിൽ വെച്ചത് അദ്ദേഹമാണ്. അത്തരത്തിൽ വളരെ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ US-ന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ജിമ്മി കാർട്ടർ. ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള 1978-ലെ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാന നേട്ടമായി എടുത്തു പറയുന്നത്. പക്ഷേ പിന്നീടുണ്ടായിട്ടുള്ള ഇറാനിയൻ ബന്ദി പ്രതിസന്ധി, 8 US പൗരന്മാർ കൊല്ലപ്പെട്ട ഇറാനിയൻ ബന്ദി പ്രതിസന്ധിയും പണപ്പെരുപ്പം, ഊർജ്ജ ദൗർബല്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർന്ന് 80-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ റൊണാൾഡ് റീഗനോട് അദ്ദേഹം പരാജയപ്പെട്ടു. വളരെ താഴെത്തട്ടിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് US-ന്റെ പ്രസിഡന്റ് പദവി വരെ എത്തിയ വ്യക്തിയാണ്. തുടക്കത്തിൽ സ്കൂൾ ബോർഡിലേക്കൊക്കെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് ജോർജിയയുടെ ഗവർണറായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ജിമ്മി കാർട്ടർ ഇന്ത്യ സന്ദർശിക്കുന്നത് 1978-ലാണ്. 1978 എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയെ നമ്മൾ ജനങ്ങൾ എടുത്ത് ദൂരെ കളയുന്ന സമയം. ആ സമയത്ത് മൊറാർജി ദേശായിയാണ്. അപ്പോൾ മൊറാർജി ദേശായിയുടെ കാലത്താണ് ജിമ്മി കാർട്ടർ ഇന്ത്യ സന്ദർശിക്കുന്നത്. അന്നൊരു ഡിക്ലറേഷനിൽ അദ്ദേഹം ഒപ്പുവയ്ക്കുന്നുണ്ട്, ഡൽഹി ഡിക്ലറേഷൻ. അപ്പോൾ ജിമ്മി കാർട്ടറിൻ്റെ അമ്മ ലിലിയൻ കാർട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ പ്രവർത്തിച്ച ഒരു സമാധാന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചൊരു പീസ് വോളണ്ടിയർ ആയിരുന്നു. 1960-കളിലാണ്. അങ്ങനെ ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെ ജിമ്മി കാർട്ടർ 1977 മുതൽ 81 വരെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയത്. 78-ൽ ഇന്ത്യ സന്ദർശിക്കുന്നു. ദൗലത്താബാദ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് ഈ മൊറാർജി ദേശായി സംഘവും നമ്മുടെ ജിമ്മി കാർട്ടറെ കൊണ്ടുപോകുന്നു. ജിമ്മി കാർട്ടർക്ക് ആ ഗ്രാമത്തോട് വല്ലാത്ത വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിരുന്നു. ആ നാട്ടുകാർ ആ ആവേശത്തിൽ ആ ഗ്രാമത്തിൻ്റെ പേരങ്ങ് മാറ്റി. ഇന്നും ആ ഗ്രാമം, ഹരിയാനയിലെ ആ ഗ്രാമം അറിയപ്പെടുന്നത് കാർട്ടർപുരി എന്നാണ് അതിൻ്റെ പേര്. കാർട്ടർപുരി എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ജിമ്മി കാർട്ടർ 1978-ൽ സന്ദർശിച്ച ഒരു സ്ഥലം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഗ്രാമം അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ്. കാർട്ടർപുരി എന്ന ഗ്രാമം. അവിടെ ജിമ്മി കാർട്ടറുടെ സന്ദർശനമാണ് അങ്ങനെ ഒരു പേര് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്ന വേളയിൽ
വലിയ ആഘോഷമായിരുന്നു ഈ കാട്ടർപുരിയിലെ മനുഷ്യർ. സ്വന്തം നാട്ടിലെ ഒരു മനുഷ്യന് നോബൽ സമ്മാനം കിട്ടിയതുപോലെയൊക്കെ കാട്ടർപുരിയിലെ മനുഷ്യർ ആ നോബൽ സമ്മാനത്തെ ആഘോഷിച്ചുവെന്നും അതൊരു പ്രാദേശിക ദിവസമായിട്ട് ആചരിക്കുന്നു എന്നുള്ളതുമാണ്, അവധി ദിവസമായിട്ടാണ് ആ ദിവസത്തെ ആചരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത.